ഞാൻ പോരെ. ഒരു ഉരുക്ക്. ഈ മോള് അതെ അതെ ശരി പോയിട്ട് വാ. ഇങ്ങോട്ട് ചെലവ് വാ. വേണേ? ഇപ്പൊ തരടാ, ഒന്ന് ക്ഷമിക്ക്. എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നേ? എനിക്ക് നടക്കാൻ അറിഞ്ഞൂടെ? ഓ നാശം. ഇങ്ങോട്ടും വന്നോ? ടൺ ടൺ ടൺ. താങ്ക് യു. ഒരിക്കൽ നമുക്ക് വൈകുന്നേരം കാണാട്ടോ. ഹലോ ഉരുക്കേ, എന്താ നിങ്ങളെ ഉദ്ദേശം? നിങ്ങൾ എന്തിനാ വിഷ്ണുപ്രിയായിട്ട് ഇങ്ങനെ കമ്പനി കൂടുന്നേ? ചുമ്മാ ഒരു രസത്തിന്. ഈ കുട്ടി ആരാ മോളാ നിങ്ങൾക്കറിയോ? നിങ്ങളെ മോളല്ലേ? എന്റെ മോളൊന്നല്ല, എന്റെ അനിയത്തിയുടെ മോളാ. ഓ അങ്ങനെ. ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയോ? ഇല്ല. ഇതേ ഉരുക്ക് സതീശന്റെ മകളാ. ഉരുക്ക് സതീശന്റെ മകളോ? ഈ കുട്ടിയോ? അതെ. ഈ കുട്ടിയുടെ അമ്മ? ഇവളുടെ പ്രസവത്തില് അമ്മ മരിച്ചു. അപ്പോ നോക്കൂ മിസ്റ്റർ, വിവാഹം പോലും മാറ്റിവെച്ച് വളരെ കഷ്ടപ്പെട്ട ഞാൻ ഈ കുട്ടിയെ നോക്കുന്നത്. നിങ്ങൾ ആരുടെയോ പേരിൽ എങ്ങനെയോ ജീവിക്കും, പക്ഷേ ദയവേത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ അതിനെ നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിച്ചേ? നിങ്ങൾ മേലിൽ ഈ കുട്ടിയെ കാണാൻ സംസാരിക്കുക ചെയ്യരുത്. മറ്റേ നാശകാലം ജീവിച്ചിരിക്കുമ്പോ 5 പൈസയുടെ ഗുണം ആ വീടിനുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് എവിടെയോ പോയി ചത്തെന്ന് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നിയതാ. അപ്പോഴതാ പുതിയൊരു അവതാരം. ഹോ, എന്റെ ഒരു തലയിലെഴുത്ത്. ഷോ, ഒരിക്കൽ എന്നോട് പിണങ്ങിയിട്ടുണ്ടാവും. ഈ അമ്മായിന്റെ ഓരോ ഡയലോഗേ വല്ലാത്തൊരു ഏർപ്പാടായി പോയി. എന്തൊരു കഷ്ടാണോ. എൻ്റെ അച്ഛൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ തന്നെ അവളെ വിളിക്ക്. അവളെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിളി. എടി ലക്ഷ്മി, നിനക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടടി. എന്താ നിനക്ക് വേണ്ടേ? എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഞങ്ങൾ ഇനി ഡോക്ടർ ആവില്ല. നിന്റെ പരാതി കാരണമാ അങ്ങനെ സംഭവിച്ചത്. വെരി ഗുഡ്. ഇനി നിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനാവും. ചെന്ന് പറഞ്ഞേക്ക്. ഇല്ലടി, ഇതൊരവസാനമല്ല, തുടക്കമാണ്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ചോര ഞാൻ പൊടിക്കും. ഇനി നീ നിന്റെ വീട്ടിൽ ജീവനോടെ എത്തില്ല, ശവമായ എത്തൂ. നോക്കിക്കോ. ഇതെന്താ ഭീഷണിയാ? അതെടി, ഭീഷണി തന്നെയാ. വെച്ചിട്ട് പോടാ. അവളെ തീർക്കണെങ്കിലേ 10 ലക്ഷം രൂപയെങ്കിലും ചെലവാകട്ടോ. ഞങ്ങളിപ്പോ ഒരു 5 ലക്ഷം രൂപ തരും. അതിലങ്ങോട്ട് പൊരുത്തപ്പെട്ടോണം. നമ്മളിത് ആദ്യമായിട്ടൊന്നല്ലല്ലോ ഡീൽ. 5 ലക്ഷം രൂപയൊന്നും പറ്റൂലട്ടോ, മുതലാവൂലേ? ഓ പിന്നെ മുതലാവാൻ നീ ഇതില് വല്ലത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു 50,000 രൂപ അങ്ങോട്ട് തരും. ബാക്കി അവള് ചത്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം. അതെ വിശാൽ, എന്നെ ഒരു നല്ല ഫ്രണ്ടായി കണക്കാക്കി എന്നോട് എന്താന്ന് വെച്ചാൽ സത്യം തുറന്നു പറ. എന്തിനാണ് രമ്യ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് അവൾക്ക് ഇത്രയും പണം കൊടുത്ത് നിങ്ങൾ സ്വയം നശിക്കുന്നത്? അവൾ ഇപ്പോഴേ എത്രയോ പണം അടിച്ചു മാറ്റി കഴിഞ്ഞു. ഇനി അവൾക്ക് തല വെച്ച് കൊടുക്കല്ലേ. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്. നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? നോക്ക് വിശാൽ, അവള് വല്ല വീഡിയോ കാണിച്ചാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നതെങ്കിൽ അവളെ വല്ല കള്ള കേസിലും കുടുക്കി ജയിലിലടപ്പിക്കാം. നിങ്ങൾക്കറിയോ, ഇവിടുത്തെ SP എന്റെ അങ്കിളാ. നിങ്ങളൊരു വാക്ക് പറ, എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാനും അച്ഛനും തയ്യാറാ. അതെപ്പോഴും ഓർക്കണം. ഓ, നിങ്ങൾ കാരണേ ഡോക്ടറുടെ 4 കുട്ടികളുടെ ലൈഫാണ് പോയിരിക്കുന്നത്. അതിന് അപ്പോ ഒരു കംപ്ലൈന്റ് ഇല്ലെന്ന് നിങ്ങളുടെ എഴുതി തന്നേക്കണം. അതല്ല അവരുടെ കുഴപ്പമാണ് സംഭവിച്ചാ. മോളെ, MLA മക്കളുടെ കളി. അവർക്കെന്താ കൊമ്പുണ്ടോ? കംപ്ലൈന്റ് പിൻവലിക്കില്ലെന്ന് ഉറപ്പാണോ? എന്നാലും നീ ജീവിച്ചിരിക്കണ്ടടി.